ശരിക്കും അല്ല പറഞ്ഞേ? സൂറത്ത് ബഖറയാണ് 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തിലെ 30 മുതൽ 37 വരെയുള്ള വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ആ വചനത്തിൽ അല്ലാഹു പറയാ, വലാ തഖറബാ ഹാദിഹി ശജറ, ആ മരത്തെ കൊള്ള സമീപിക്കരുത്. ഒരു വിലക്ക്, സ്വർഗത്തിൽ വേറെ എവിടെയും ഒരു വിലക്കുണ്ടായില്ല, ഒരൊറ്റ വിലക്ക്. അതിന്റെ അർത്ഥം എന്താ? ഒരു വിലക്കും ബാക്കി 100 കാര്യം ഉണ്ടെങ്കിൽ ഒറ്റ വിലക്കേ ഉള്ളൂ. അത് ചെയ്യരുത്, ബാക്കിയൊക്കെ ചെയ്യാം. എന്നിട്ട് അത് ചെയ്യാനല്ലേ ആദം നബി ശ്രമിച്ചത്? പിശാച് അതിനല്ലേ പ്രേരിപ്പിച്ചത്? ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീ വഖുൽനാ ഹബിതു ബഅദുകും ലിബഅദി മദുഉം ലക്കും. നോക്കൂ, അല്ലാഹു പറയണം സൂറത്ത് ബഖറയുടെ 35, 36, 37. അപ്പൊ അവിടെ തെറ്റ് ചെയ്യുന്നു. ആദം നബിയോട് വിലക്കിയത് ചെയ്യുന്നു. ആദ്യം ചെയ്തു, ആദ്യത്തെ മനുഷ്യൻ തന്നെ ചെയ്തു. ആദമിന്റെ 2 മക്കൾ ഒരാളെ അസൂയ മൂത്ത് കൊന്നില്ലേ? കൊലപാതകം ഉണ്ടായില്ലേ? ഉണ്ടായി. ഇന്ന് കൊലപാതകല്ലേ? ഉണ്ട്. അന്നുമില്ലേ? ഉണ്ട്. എന്താ പരിഹാരം? എന്താ പരിഹാരം? ആദം നബിയുടെ കാലഘട്ടത്തിലും ശേഷം മക്കളുടെ കാലഘട്ടത്തിലും മനുഷ്യന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫുജൂറും തഖ്വയുണ്ട് എല്ലാവർക്കും. ഇസ്ലാം എങ്ങനെയാ നോക്കിക്കാണുന്നത് മാനവകുലത്തെ? വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ ലക്ഷ്യമായി പരിശുദ്ധ റമളാനിന്റെ പടിവാതിക്കലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊക്കെ പറയാം, ഉറച്ച തീരുമാനമായിട്ടാവണം ഈ ഗേറ്റ് കടന്ന് പുറത്തോട്ട് പോകേണ്ടത്. ഇവിടെ നല്ലൊരു മൈതാനം, അത്ര ചൂടൊന്നുമില്ല, മഞ്ഞ് പെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാരും ഇവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുകയാണ്. കേട്ടാ പോരാ, തീരുമാനം എടുക്കണം. ജനങ്ങളോട് കുറെ പറയാ, സ്വന്തം ജീവിതത്തിൽ അതില്ലാതെ പോവുക അതല്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോ എന്റെ ചിന്ത, എനിക്ക് ഇത്ര മക്കളുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, അവരെന്നിടത്ത് പഠിക്കുന്നുണ്ട്, ഇന്നതും പഠിക്കണം, ഇന്നതിന്റെ കൂടെ ഇന്നതാകണം. മദ്രസ ചുരുങ്ങിയ സമയമാണ്, ട്യൂഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ മക്കളെ പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു മകനൊന്ന് ഉപകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ 50 ലക്ഷോ 60 ലക്ഷോ മുടക്കി MBBS പാസ്സാക്കി കുട്ടിനെ, ഓൻ ലണ്ടനിൽ പോയി, ഓൻ അമേരിക്കയിൽ പോയി, ഓൻ അവിടെ സെറ്റിൽഡാ. ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വേറൊരുത്തുണ്ടായിരുന്നു, തെക്ക് വടക്കാടുന്ന SSLC ഒന്നും പാസ്സായില്ല, ഓനാ പിന്നീട് ഉപകാരപ്പെട്ട് 10 റുപ്യ ഓന്റെ പേരിൽ മുടക്കിയിട്ടില്ല. സത്യല്ലേ? ചിന്തിക്കില്ലേ? ആലോചിക്കും. എവിടെയാണ് പ്രശ്നം? എന്താണ് പ്രശ്നത്തിലേക്ക് വരുമ്പോ പരിഹാരം ഉണ്ടാകണം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇസ്ലാം മനുഷ്യനെ അപഗ്രഥിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് മനുഷ്യൻ? എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? അപ്പൊ കുട്ടികൾ ചോദിക്കും, എന്താ ഒരാണിനെ കല്യാണം കഴിച്ചാൽ? നമ്മുടെ മക്കൾ ചോദിക്കാണ്, അറിയില്ല, വിവരമില്ല, ചിന്തല്ല. കുട്ടി ബാഗ് വെച്ചിട്ടുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അറിയപ്പെട്ട സ്കൂളിലാണ് പോകുന്നത്. സ്കൂളിൽ പോയ മനുഷ്യനാവൂല, സ്കൂളിൽ പോയ മനുഷ്യനല്ലാണ്ടാവും. ക്ഷമിക്കേട്ടോ, ഞാൻ ഒരു സ്കൂളിനെ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? സ്കൂളിലെ പാഠ്യപദ്ധതി എന്താന്ന് പരിശോധിക്കും. അങ്ങേയറ്റം ദീർഘവീക്ഷണമുള്ളവർ നടത്തുന്ന ചില സ്കൂളുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മുടെ മലപ്പുറത്ത് ഒരുപാട് സ്കൂളില്ലേ? ഉണ്ട്. അതുകൊണ്ട് കഞ്ചാവ് ഉപയോഗിക്കാത്ത ഏതെങ്കിലും, കഞ്ചാവ് ഉപയോഗിക്കാത്ത ഒരു സ്കൂളുണ്ടോ? ചിന്തിച്ചോ? എന്തുകൊണ്ടുണ്ടാകുന്നു? കാരണം കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്നാണ്. വലിയ ബുദ്ധിജീവി എന്ന് പറയുന്ന ആളുകളുടെ പ്രസംഗം എന്താ? കഞ്ചാവ് ബേക്കറിയിൽ കേക്ക് കിട്ടുന്ന പോലെ കിട്ടണം. അങ്ങനെ കിട്ടുന്ന ഒരു കാലം വരണം. എന്നിട്ടോ ഉമ്മാനെ കൊല്ലണം, അമ്മയെ ബലാത്സംഗം ചെയ്യണം. ഇത് പ്രസംഗിക്കുന്ന ആരാ? ഗുരു നിത്യചൈതന്യ യതിയുടെ കൂടെ 5 സന്യാസിമാരുടെ കൂടെ ജീവിച്ച പ്രഗത്ഭനായ ഒരു സന്യാസിയായിരുന്നു മൈത്രേയൻ. ആ മൈത്രേയൻ എന്ന സന്യാസി സമ്പൂർണ്ണ തോന്നിയാസിയായി മാറി. ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ എന്താ? തള്ളയും തന്ത എന്തിനാ വെറുതെ മക്കൾക്ക് ഭാരാകുന്ന, പോയി ചത്തൂടെ എന്നാണോ എന്റെ ചോദ്യം. ഓനെ കേൾക്കാൻ എത്ര ആളുണ്ട് ഇവിടെ എന്നറിയോ കേരളത്തിൽ? ഓൻ ഭയങ്കര ബുദ്ധിജീവിയാണെന്നാ പറയുന്നത്. ഓൻ പറയണേ കഞ്ചാവ് എല്ലാവർക്കും കിട്ടണം, എല്ലായിടത്തും. എന്നിട്ടോ എന്താ അടുത്ത പടി? കഞ്ചാവ് ഉപയോഗിച്ച അടുത്ത പടി എന്താണ്? ശരിക്കും എനിക്ക് അത്ഭുതം തോന്നാറില്ല, എന്തറിയോ? ഞാൻ ആ പദം ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങേയറ്റത്തെ നീചത്തരം ചെയ്യുന്നവൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ആ നീചത്തരത്തെ ഒരു ദ്വയാർത്ഥത്തോടു കൂടി ജീവിച്ച 5 ദിവസം ചെയ്യില്ലേ? മനസ്സിലായിണ്ടോ പറഞ്ഞെന്താണ്? തുണി കൊടുക്കുന്നില്ല, എന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വരിക. ഓരോ ഉദ്ഘാടനത്തിന് ഏത് ഭാഗമാണ് കാണിക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് വരിക. എന്നിട്ട് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? തന്റെ ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കുക, ശരീരം കൊടുക്കല്ല. ശരീരത്തിന്റെ വിലപ്പെട്ട ഭാഗങ്ങൾ കാണിച്ചിട്ട് ചെക്കന്മാരെ ആകർഷിക്കുക. എന്നിട്ട് ഓളെ കോടതി പ്രശംസിക്കുക, രാഷ്ട്രീയ പോലെ സംരക്ഷിക്കുക. ഓളെ വിമർശിച്ചാലോ ഓൻ ജയിലിൽ പോയി കിടക്കുക. എന്തൊരു ദുര്യോഗം നമ്മുടെ നാട്ടിൽ!
മൈത്രേയനൊക്കെ ജീവിതത്തിൽ ജയിലിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലാത്ത ഒരു അധർമ്മകാരിയാണ്. പക്ഷെ തൊടാൻ പറ്റി നമ്മുടെ സർക്കാർ. നമ്മുടെ നാട് ഭരിക്കുന്നവർക്കൊക്കെ നിങ്ങൾ എത്ര തെമ്മാടിത്തം ചെയ്തോ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും. നിങ്ങൾ നല്ലതിന് വേണ്ടി ഇറങ്ങിയോ നിങ്ങൾക്ക് NIA കേസെടുക്കും, നിങ്ങളെ ജയിലിൽ കൊണ്ടാകുമ്പോഴും നിങ്ങളെ പാസ്പോർട്ട് പിടിച്ചു വെക്കും, എല്ലാം ചെയ്യും. നിങ്ങൾ നന്നായാലും നിങ്ങൾ കേടുവന്നാലോ നിങ്ങൾക്ക് എല്ലാ അംഗീകാരവും സർക്കാർ നേരിട്ട് വന്ന് നടത്തി തരും. നിങ്ങൾക്ക് കളിച്ചാപ്പെടുത്തണം സർക്കാർ കടലാസിൽ, നിങ്ങൾ വേശ്യാനാണ് സർക്കാർ കടലാസിൽ. ലേബർ ഇന്ത്യയുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സഫാരിയുടെ ലോകം സഞ്ചരിച്ച, എനിക്ക് തോന്നുന്നത് 175-ലധികം വരുന്ന രാഷ്ട്രങ്ങൾ സന്ദർശിച്ച ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഇവരാണ് ലൈംഗിക ദാരിദ്ര്യമുള്ള നാട്, അതുകൊണ്ട് വേശ്യാലയം ഉണ്ടാകണം. കല്യാണം കഴിച്ച് കുടുംബത്തെ ഭദ്രമായി പോറ്റാൻ കഴിയാത്തവന് ലൈംഗിക ദാനം തീർക്കണ്ടേ, അതിന് വേശ്യാലയം കൊടുക്കണം പ്രസംഗിച്ച ആളാ ലേബർ ഇന്ത്യയുടെ പിറകിൽ. പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനൊക്കെയാണ് അത്രേ. വലിയ ബുദ്ധിജീവിയാണ്, പക്ഷെ വിവരമില്ല. ബുദ്ധിജീവിയായ വിവരം ഉണ്ടാവില്ല. ബുദ്ധിജീവി ആവും തോറും വിവരം കുറഞ്ഞു വരും. അതാണ് അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാ. അറിവും തിരിച്ചറിവും നമ്മുടെ വിഷ്ണു എന്ന പേര് സ്വീകരിച്ചത് അറിവ് എന്നല്ല അതിന്റെ അർത്ഥം, തിരിച്ചറിവ് എന്നാണ്, വിവേകം എന്നാണ്. ജ്ഞാനത്തിന്റെ കൈലാസം കയറുകയാണ്. അവിടെയാണ് മനുഷ്യൻ ആരാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി ഉണ്ടാകുന്നത്. ആ മനുഷ്യൻ ആരാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ നന്നാക്കാം. എന്തെല്ലാം വസ്തുക്കൾ നമ്മൾ ശുദ്ധീകരിക്കുന്നു, സ്വർണ്ണമല കുഴിച്ചെടുക്കുന്നു, സ്വർണത്തിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവരുന്നു, എന്നിട്ട് അത് അപ്പടി ജ്വല്ലറി കൊണ്ടേ വെക്കുന്നുണ്ടോ? ഇല്ല. അത് കൃത്യമായി സംസ്കരിച്ച് അതിലെ മാലിന്യങ്ങളെ ദൂരീകരിച്ച്, നമുക്കറിയാം തട്ടാന്റെ ഊതി കാച്ചിയ പൊന്നാക്കി മാലിന്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് സ്ഫുടം ചെയ്യുക, അതിനാണ് സംസ്കരിക്കുക എന്ന് പറയാം. ആ സംസ്കാരം മനുഷ്യന് പറഞ്ഞതാണ്. അമ്മനെ നമ്മൾ സാധാരണ നാട്ടിൽ പറയും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവര്. ഇന്നതില്ല. അതുകൊണ്ടാണ് ലിസ്ബൺ 19-ല് മനു പ്രസാദ്, ആലപ്പുഴക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവൻ എന്തേ പ്രസംഗിച്ചേ? അമ്മ സമ്മതിച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അമ്മയായിട്ട്. മനസ്സിലായില്ലേ? പെങ്ങളെ ഭോഗിക്കാം, മകളെ ഭോഗിക്കാം എന്ന് പ്രസംഗിക്കുന്നു. കേരളക്കരയിൽ ആദ്യമായിട്ട് ആ പ്രസംഗം നടത്തിയ ആളാണ് മനു പ്രസാദ്. അവനെ വളർത്തിയത് EA ജബ്ബാറാണ്, അവനെ വളർത്തിയത് C രവിചന്ദ്രനാണ്. 2 ജന്മങ്ങൾ, നാഷണൽ വേസ്റ്റുകൾ. വളച്ചേറ്റി പറയാൻ അറിഞ്ഞൂടാത്തോണ്ടാണ് ലോകത്തിന് ഒരു കോൺട്രിബ്യൂഷൻ നൽകാത്ത 2 ജന്മങ്ങൾ. ആലോചിച്ചു നിങ്ങൾ. ഒരു ലോകത്തോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. എന്താ അവർ ലോകത്തോട് ആവശ്യപ്പെടുന്നത്, എന്താ അവർ ലോകത്തെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആലോചിച്ചു നോക്കും. നമ്മുടെ മലപ്പുറം ജില്ലക്കാരനായിട്ട് ജീവിച്ച ലിയാഖത്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് അവിടുത്തെ കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് ഒരു പെൺകുട്ടിനെ അടിച്ചു മാറ്റി കെട്ടി എല്ലാ തോന്നിയാസവും ചെയ്ത് ജീവിച്ചവനാണ്. മതസ്ഥിരത ശബ്ദിക്കാൻ വരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കും. മോനെ പ്രസംഗം എന്താണ്? ഇതിനാ ഭാര്യ ഭർത്താവിനോട് സമ്മതം ചോദിക്കണമെന്നാണ്. എന്തിനാണ് ഭാര്യ ഭർത്താവിനോട് സമ്മതം ചോദിച്ച് പുറത്തു വന്ന് ഏത് സമയം പോയിക്കൂടെ? അതുകൊണ്ട് വീട്ടിൽ വെച്ച് പ്രസംഗിക്കണം. ഞാനും വിചാരിക്കണം അവന്റെ ഭാര്യ അത് കേൾക്കല്ലോ. ഓള് നട്ടപ്പാതിരി 2 മണിക്ക് കുളിച്ചൊരുങ്ങി ചുണ്ടിലൊക്കെ ലിഫ്റ്റിട്ട് ഇറങ്ങാമ്പോ ജങ്ങട്ടാ നിങ്ങളല്ലേ ഇന്നലെ പ്രസംഗിച്ചേ, ഭാര്യക്ക് സമ്മതമൊന്നും വേണ്ട, ഞാൻ അങ്ങനെ പോകാൻ എന്റെ ഇടിക്ക് ആ ജാതി. ഓന് മോളുണ്ട്, അവന്റെ മോളോ എന്റെ പ്രസംഗം കേൾക്കണേ, പിന്നെ അത് നന്നാവോ? ഞാൻ ചോദിക്കുന്നത് നന്നാക്കണം എന്നാണോ? ലോകം നന്നാകണം എന്നാണോ? നാട് നന്നാകണമെന്നാണോ? എന്തു ചെയ്യും? ഇത് ചോദ്യമാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭിത്താനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ അധർമ്മം കൊടികുത്തി വാഴുമ്പോ എന്താ ധർമ്മം? എന്താ അധർമ്മം? അത് പരിശോധിക്കപ്പെടേണ്ടതില്ലേ? കുംഭകോണം തുണിയെടുക്കാത്ത സന്യാസിമാർ, അത് ധർമ്മാണോ? ആണോ? ഒരു മനുഷ്യൻ നഗ്നത പ്രദർശിപ്പിച്ച് അത് ആത്മീയതയാകുന്നത് എങ്ങനെ? പഠിക്കേണ്ടതുണ്ട്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം? അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ഇസ്ലാമിന് മാത്രമേ ഉത്തരവുള്ളൂ. ഇസ്ലാമിന് മാത്രമേ ഉത്തരവുള്ളൂ. ഞാൻ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പൊ ആദില നൂറ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആലുവക്കാരിയും ഒരു കോഴിക്കോട്ടുകാരിയും ആദില നൂറ എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ. അവർ 2 പേരും ഒന്നിച്ച് ജീവിക്കുന്നു. അതിന് കല്യാണം എന്നവർ പറയുന്നു. കാരണം കല്യാണം എന്താണെന്ന് മക്കൾക്ക് അറിയില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ ആണുമായി ലൈംഗിക ബന്ധത്തിൽ കല്യാണം നല്ല പോലെ പറയാം. അത് സൊഡോമിയാണ്. ഒരു പെണ്ണിനെയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ജീവിക്കുന്ന ലെസ്ബിയനാണ്. കല്യാണം അറിയില്ല, അതിന് കല്യാണം അറിയില്ല.
പക്ഷെ അതിന് കല്യാണം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കല്യാണം എന്താന്ന് പോലും അറിയാത്ത മരമണ്ടന്മാരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ചാനലിലൊക്കെ ഇരിക്കുന്നവർ. ഏറ്റവും ബുദ്ധി കുറഞ്ഞവർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ചാനൽ കേട്ടോ. വളവളാന്ന് സംസാരിച്ച ബുദ്ധി ഉണ്ടാവില്ല. ഞാൻ കടുപ്പത്ത് പറയുന്നതാണ്. ഞാൻ പറയുന്നത് അവിടെ ഇരുന്നിട്ട് എന്താ ചർച്ച ചെയ്യുന്നത്? അവിടെ ഇരുന്നിട്ട് എന്താ ചർച്ച ചെയ്യുന്നത്? അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്ക്. പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. എന്താ സ്വാതന്ത്ര്യം? ആ പെണ്ണിനെ തുണി അഴിപ്പിക്കാൻ എന്താ അത്ര വ്യഗ്രത? ചാനലിലിരിക്കുന്ന വ്യക്തി കറുത്ത കോട്ടിട്ടിട്ടുണ്ട്, ഷൂ ഇട്ടിട്ടുണ്ട്, ഷോക്സ് ധരിച്ചിട്ടുണ്ട്, എവിടെ വരെ കയ്യുണ്ട്, മുഖവും മുൻകൈയും മാത്രമാണ് കാണുന്നത്. എന്നിട്ട് അതേ ചെങ്ങായി പറയാണ് ഓള് തുണി കൊടുക്കരുത്. അങ്ങനെയുണ്ട്. ഓന് കാണാനാ വേറൊരു സംശയം കൊണ്ട് ഓലെ മുഖത്ത് നോക്കി പറയും ഞാൻ ചാനലിൽ കയറിച്ചെന്ന് പറയും. ഓന് കാണാനാ. ആരെ കാണാൻ? പെണ്ണിനെ കാണാൻ. ആണിനെ കാണാനല്ല, പെണ്ണിനെ കാണാനാണ്. എന്താ ആണ് ലിപ്സ്റ്റിക് ഇടാത്തത്? ഞാൻ സ്ത്രീകളോട് എന്താ ഞങ്ങൾ ഇടാത്തത്? ഞങ്ങൾക്ക് നല്ല സൗന്ദര്യ, ഞങ്ങൾക്ക് വെറുതെ കൃത്രിമത്വം ചേച്ചാൽ നല്ല സൗന്ദര്യം ഉണ്ടാകുക. നിങ്ങൾക്ക് ആ തോന്നലുണ്ടായി. നിങ്ങൾക്ക് ആ തോന്നൽ അതുകൊണ്ടാ ചുണ്ടിൽ വാരി പറ്റി. ശരിക്കും ആശാരിന്റെ ഉളി വെച്ചിട്ട് ഇങ്ങനെ, അതായത് കവിള് വലത്തെ കവിളൊക്കെ ഇങ്ങനെ വെച്ച 1.5 കിൻഡൽ പുട്ടി. വലത്തെ ഭാഗത്തു നിന്ന് 1.5 കിൻഡൽ പുട്ടി ഇടത്തെ ഭാഗത്ത്. ചുണ്ടിലോ 1 കിലോ. ചുണ്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പൊ ഇത്ര ഉണ്ട്. എന്തിനാ പൊന്നുമോടെ ഈ ചുണ്ട് ചോപ്പിച്ച്? എന്തിനാ ചോപ്പിച്ച്? ഈ എന്തിനാ ഭക്ഷണം കഴിക്കണത്? ആരോഗ്യം ഉണ്ടാകും. വസ്ത്രം ധരിച്ചത് എന്തിനാ? നഗ്നത പറയാം. ഈ ചുണ്ടിൽ തേച്ചത് എന്തിനാ? ആരെ കാണിക്കാനാ? എന്താണ് അതിന്റെ മെസ്സേജ്? എന്താ സന്ദേശം? പെണ്ണിനെ എങ്ങനെ ആനയിച്ചാലേ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ കച്ചവടം കിട്ടും? ആരെ ഹോസ്പിറ്റലിൽ ഇറക്കിയാലും അതിന്റെ മുന്നിൽ എന്താ സുന്ദരികൾ, എന്താ കറുത്ത പെണ്ണുങ്ങളില്ലാത്ത? ചിന്തിക്കും. ഞാൻ പച്ചക്ക് പറയാണ്, എന്താ കറുത്ത പെണ്ണുങ്ങളില്ലാത്ത? എന്തല്ലാത്ത? വളരെ സൗന്ദര്യം വിട്ടാണ് ഹോസ്പിറ്റലിൽ വരെ നടത്തുന്നത്. മനസ്സിലായോ? ക്ഷമിക്കുക. പെണ്ണെ നീ അറിയണം, ആണിന്റെ ചട്ടുകമാണ് നീ. സ്വന്തമായി ബുദ്ധി ഉപയോഗിക്കാത്ത വർഗമാണ് നീ. നിങ്ങളിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആണ് ഡിസൈൻ ചെയ്തതല്ലാത്തതുണ്ടോ? ഏതെങ്കിലും ഒന്ന്? ഇസ്ലാമിൽ മാത്രമേ അള്ള ഡിസൈൻ ചെയ്ത ഡ്രസ്സ് പെണ്ണിടുന്നുള്ളൂ. ഭർത്താവ് പറഞ്ഞ ഡ്രസ്സല്ല ഓളിടുന്നത്. അല്ല, ഭർത്താവിന് ഇഷ്ടത്തിനകത്ത് ഡ്രസ്സ് പെണ്ണിനില്ല ഇസ്ലാമിൽ. അള്ള പറഞ്ഞു എന്ന ഡ്രസ്സ് മതി പെണ്ണിനെ. അള്ള പറഞ്ഞു ആണിന് എന്നത് മതി. അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ആണും ഡിസൈൻ ചെയ്തിട്ടില്ല, പെണ്ണും ഡിസൈൻ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് സ്ത്രീകൾ എന്തിടണം ആരവിടെ തീരുമാനിക്കണത്? ആണാ തീരുമാനിക്കണത്. സ്ത്രീകൾ എന്ത് പഠിക്കണം ആണാ തീരുമാനിക്കണത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടോ? ഇല്ല. നിങ്ങൾ പഠിക്കണത് എന്തിനാണ്? ജോലിക്കാണ്. നിങ്ങളുടെ ലക്ഷ്യം അത് മാത്രമാണ്. പഠിപ്പിന്റെ ലക്ഷ്യം ജോലിയല്ല. 30 ലക്ഷ്യങ്ങൾ എണ്ണിയാൽ അതിൽ 30ാമത്തെ കാര്യമാണ് ജോലി. അതിൽ 1, 2, 3 ഒന്നും ജോലിയല്ല. അവിടെ പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലെങ്കിലോ പിന്നെ എന്തിനാ പഠിച്ചതെന്നാ? പഠിച്ചത് മനുഷ്യനാകാനാ. പഠിച്ചത് ജോലിക്ക് കയറാനല്ല. അല്ല, ജോലിക്ക് കയറി അതിന്റെ ഗുണമുണ്ട്, അതിന്റെ ദോഷമുണ്ട്. എല്ലാത്തിനും ഗുണമുണ്ട്, ദോഷമുണ്ട്. പക്ഷെ സമൂഹം എന്ത് എന്നത് ഗൗരവമായി പഠിക്കുമ്പോൾ ഇസ്ലാമിന് ചിലത് പറയാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായി, അധിക സമയം സംസാരിക്കാനുള്ള ശേഷിയില്ല, ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഓരോ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പറയുന്നുണ്ട്, അറേബ്യ ഡാർക്ക് ഏജിലായിരുന്നു. ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗം. ഇരുണ്ട യുഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈറ്റ് ഇല്ലാത്ത കാലം എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ ദൈവേതരരെ, സൃഷ്ടികളെ ആരാധിച്ചിരുന്നു. കല്ലും മുള്ളും മുരടും മൂർഖൻ ബാബും ഗാനിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മലക്കുകളും ജിന്നുകളും അമ്പിയാക്കളും മൗലിയാക്കളും ദേവിമാരും ബീവിമാരും ആരാധിക്കപ്പെട്ടു. അതൊരു വലിയ ഇരുട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുട്ട് ബൗദ്ധൈവ വിശ്വാസമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുട്ട് ബൗദ്ധൈവ വിശ്വാസം. അതാണ് ഒന്നാമത്തെ തിന്മ. അത് അറേബ്യയിൽ അപങ്കുരം തുടർന്നു എന്ന് നെഹ്റു പറയും. വ്യഭിചാരം സാർവത്രികമായിരുന്നു. അന്നില്ലേ? അന്ന് മദ്യല്ലേ? അത് മനുഷ്യന്റെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. തിന്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. അന്യനെ കൊല്ലാൻ പ്രേരിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. ഒരൊട്ടകത്തിന്റെ കയറിന് വേണ്ടി അവർ 40 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അന്നൊക്കെ അതുണ്ടോ? ഉണ്ട്. ഇന്ന് വ്യാപകമാണ്. ഇന്ന് കൊടുക്കാൻ വേഗത കൂടും. ഇന്ന് ഏത് വേഗതയിലും അത് എത്തിപ്പെടും. അന്ന് അങ്ങനല്ല. അന്ന് ഏതെങ്കിലും രാജ്യത്ത് തന്നെ കപ്പൽ വഴി വരണം, തുറമുഖം കടന്ന് വരണം. അങ്ങനൊന്നും വേണ്ട. അങ്ങനൊന്നും വേണ്ട. സ്കൂളിന്റെ തൊട്ട് മുമ്പിലുള്ള പെട്ടിക്കടകളെ നല്ലോണം സൂക്ഷിച്ചാൽ മതി. പെട്ടിക്കടക്കാർക്ക് തൽക്കാലം പടങ്ങണ്ടോ? സ്കൂളിന്റെ മുമ്പിലെ പെട്ടിക്കടകളെ നാട്ടുകാർ ശ്രദ്ധിക്കണം. പെട്ടിക്കടയിൽ ഒരു കാര്യം മാത്രമല്ല കൊടുക്കുന്നത്, പലതും കൊടുക്കുന്നുണ്ട്, പലതും കിട്ടുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ വിൽപ്പനക്കാരാണ്. അറിയോ നിങ്ങൾക്ക്?
സിന്തറ്റിക് ലഹരികൾ വിൽക്കുന്നതിൽ പെൺകുട്ടികൾ മുന്നിൽ നിൽക്കുന്നു. അറിയോ? ഒന്നുകൂടി ഞാൻ പറയാം. ആൺകുട്ടികളെക്കാളും തിന്മ ചെയ്യാനുള്ള ചങ്കൂറ്റം പെൺകുട്ടികൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും വലിയ കുറ്റകൃത്യം ഇന്ന് ചെയ്യുന്നതിൽ പെണ്ണ് മുന്നിൽ നിൽക്കുന്നു. സംശയം നിങ്ങൾക്ക്? പെണ്ണ് മുന്നിൽ നിൽക്കുന്നു. ഒരു ചെക്കൻ പഠിക്കാൻ നല്ലോണം വന്നാൽ ഓന്റെ കോളർ പിടിച്ചിട്ടടാ ഞാൻ ചുണ്ട് ചായം തേച്ചിട്ടും ഇജ്ജ് എന്താടാ എന്നെ നോക്കാത്തതെന്ന് ഓള് ചോദിക്കുകയാണ്. അന്നെ കാണാനും എന്നെ ആകർഷിക്കാനാണ് ഞാൻ ചെയ്ത്. ഇജ്ജ് എന്താ നോക്കാത്തത്? ഇജ്ജ് ആണല്ലേ? ഓളെ ചുണ്ടിൽ നോക്കാത്തവനെ ആണല്ല എന്നാണ് ഓളെ പ്രഖ്യാപനം. അപ്പോൾ എന്തിനാ ആണുങ്ങളെ കാണിക്കാൻ ഇട്ടതാ? ഒരു മടി പിടിക്കുകയാണ്. 8 പെണ്ണും ഒരാണും അങ്ങനൊക്കെ 4 പെണ്ണ് ഒരാണ്. നിങ്ങൾ ചിന്തിച്ചോ കണ്ടു. നിങ്ങൾ എവിടെ നോക്കിക്കോ ഒരു പറ്റം പെണ്ണുങ്ങളും ഒരാണ്. നേരെ തിരിച്ചാണ്. പാഞ്ചാലിയിൽ നിന്നൊക്കെ ചരിത്രം മാറി. അതാ പുതിയ തലമുറയുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? എനിക്കറിയില്ലേ? നാട്ടുകാർക്ക് അറിയില്ലേ? എന്ന് യൂട്യൂബിൽ കാണുന്നില്ലേ? എന്നിട്ട് മൂക്കത്ത് കൈവക്കില്ലേ? ഉണ്ട്. കല്യാണ വീട്ടിൽ പടക്കം പൊട്ടി ചെറിയ കുട്ടി അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ? നാളെ പടക്കം പൊട്ടാതിരിക്കോ? ഇല്ല. ആ പടക്കം പൊട്ടി കണ്ടിട്ട് നബീസോ ഇജ്ജ് അറിഞ്ഞോ? അമ്പ വീട്ടില് ആ നബീസോ എന്ന് വിളിച്ചോളാണ് പടക്കം വാങ്ങിയില്ല മക്കളെ ഓള് ചോദിക്കണത്. ഓളെ തലക്ക് മുട്ടിയിട്ട് അടിക്കണ്ടേ? ഓള് പിന്നെന്തിനാ നബീസോ എന്ന് ചോദിച്ചേ? എന്തിനാണ്? കല്യാണ വീട്ടിൽ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു കേന്ദ്രത്തിൽ നിന്ന് പട്ടാളം ഇറങ്ങിയാലേ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ കല്യാണം നടക്കും. ക്രിസ്ത്യാനിന്റെ വീട്ടിൽ ഹിന്ദുവിന്റെ വീട്ടിൽ അന്തസ്സായിട്ട് നടക്കും. മാപ്പിളാരെ വീട്ടിൽ നടക്കില്ല. അതിന്റെ കാരണം ആരറിയോ? അതിന്റെ കാരണം പുരോഹിതന്മാരാ. എന്താ? ആ ജനത നന്നായില്ല. ആ ജനത നന്നാക്കുന്ന ഒരു പരിപാടി ഓൽക്കില്ല. ഓല പള്ള വീർപ്പിക്കുന്നയും ഓല ജനാബ് വീർപ്പിക്കുന്ന പണിയെ ഓൽക്കുള്ളൂ. ആർക്ക്? ഉസ്താദുമാർക്കേ. ഞാൻ തെളിച്ചു വളർന്ന ദേഷ്യം പിടിച്ചു. സമൂഹം മാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ നിന്നോളി. സമൂഹം നന്നാകണമോ? സോപ്പിട്ടിട്ട് കാര്യമല്ല, ഇങ്ങനെ മൂക്കിടിച്ചിട്ട് കാര്യമല്ല. നേർക്ക് നേരെ പറയാം. നേർക്ക് നേരങ്ങൾ പറഞ്ഞോ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാണ്, നബിയേ താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവരോട് പറ. വയോവൃദ്ധന്മാരോട് മാത്രമല്ല, ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളോടും ഇത് വിളിച്ചു പറയുന്നു. എന്നിട്ട് എല്ലാരെയും വിളിക്കുന്നു. സഫിയനെ വിളിക്കുന്നു, അമ്മായിനെ വിളിക്കുന്നു, മൂത്താപ്പനെ വിളിക്കുന്നു, എളാപ്പനെ വിളിക്കുന്നു. മോളെ ഫാത്തിമ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ ആളല്ല മോളെ, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് മോളെ. വളരെ വ്യക്തമായ ഒരു പ്രബോധനത്തിന്റെ ശൈലി ഇസ്ലാം രൂപപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവപ്പെട്ട ഒരു ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു കലക്ഷൻ നമ്മൾ എല്ലാ സ്ഥലത്തും എടുക്കാറുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം നമ്മളിൽ നിന്ന് തന്നെ പൂർത്തിയാകണം. അമ്പാന് കൊണ്ടും അമ്പസ് കൊണ്ടും പോരാടണമെന്നാണ്. الذين يتلون كتاب الله واقاموا الصلاه وانفقوا مما رزقناهم سرا وعلانيه. ഖുർആൻ 35-29 വചനമാണ്. രഹസ്യമായും പരസ്യമായും ചെലവഴിക്കാനും ഖുർആൻ നിരന്തരമായി ഓതാനും 5 നേരം നിസ്കരിക്കാനും അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഓഹരി നമ്മൾ ഈ കാര്യത്തിലേക്ക് കൊടുക്കുക. എല്ലാവരും കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ആ സമൂഹത്തെ നന്നാക്കാൻ ഇറങ്ങിയപ്പോ നബി എന്തേ ചെയ്തത്? ഞാൻ നിങ്ങളോട് ഉറച്ചു വിശ്വസിക്കുന്നു. പടച്ചവനെ പഠിപ്പിച്ചു കൊടുക്കുകയല്ലാതെ, അള്ളാഹുവിലേക്ക് മനുഷ്യരെ തിരിച്ചു പിടിക്കുകയല്ലാതെ, യൗവനത്തെ പടച്ചതമ്പുരാനിലേക്ക് തിരിച്ചു പിടിക്കുകയല്ലാതെ വേറെ രക്ഷണ്ടോ? മിസ്ബർ റളിയല്ലാഹു അൻഹു, യങ് മാൻ, ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരൻ, കോടീശ്വരൻ, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച് ഇത്രമേൽ സ്നേഹം ലഭിക്കപ്പെട്ട മിസ്ബർ റളിയല്ലാഹു ധനാഢ്യനായിരുന്നു, സുമുഖനായിരുന്നു. അദ്ദേഹത്തെ സ്ത്രീകൾ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം പൂശിയ സുഗന്ധം കിലോമീറ്ററുകളോളം കാറ്റുകൾ കൊണ്ടുപോയി സ്ത്രീകളുടെ മൂക്കിലൂടെ അവർക്ക് ആ സുഗന്ധം കിട്ടി. മിസ്ബ് വരുന്നു എന്ന വാർത്ത അവർ നാട്ടിലെ സ്ത്രീകളോടൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇടവക്കത്ത് അവരൊക്കെ നിന്നുകൊണ്ട് മിസ്ബിനെ കണ്ട കാലം. മിസ്ബ് എങ്ങനെ മാറി? മിസ്ബ് യുവാവായിരുന്നു. ഇന്നുമില്ലേ മിസ്ബ് എന്ന് പേര്? ഇല്ലേ? എത്ര ആളുകൾക്ക് പേരുണ്ട്? ഉമർ എന്ന് പേരില്ലേ? അബ്ദുള്ള എന്ന് പേരില്ലേ? നാസർ എന്ന് പേരില്ലേ? നസറുദ്ദീൻ എന്ന് പേരില്ലേ? അബ്ദുൽ ഖാദർ എന്ന് പേരില്ലേ? അബ്ദുൽ മജീദ് എന്ന് പേരില്ലേ? എന്നിട്ട് നന്നാകുന്നുണ്ടോ? എന്താ നന്നാത്ത്? നമ്മുടെ യുവാക്കൾ, നമ്മുടെ സ്കൂൾ കുട്ടികൾ വെള്ളിയാഴ്ച പള്ളി കയറുന്നില്ലേ? ആൺകുട്ടികൾ ഉണ്ട്, പെൺകുട്ടികളോ ഇല്ല.
അവരപ്പോ എവിടെയാ? മറ്റുള്ള കുട്ടികളുടെ കൂടെ. അവിടെ എന്തെങ്കിലും വൃത്തികേട് നടക്കുവോ? നടക്കുന്നുണ്ടാവാം. പള്ളിയിൽ നടക്കുവോ? ഇല്ല. ആ സമയം പള്ളിയിൽ പോയി 3/4 മണിക്കൂർ ഇരിക്കാൻ ഈ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? ഞാൻ ആ പോയിന്റ് വിടാതെ തുടരുന്ന ഒരാളാണ്. എനിക്ക് അത്രമേൽ അമർശമുണ്ട് ഉസ്താദുമാരോട്. ഈ മുസ്ലിം സമുദായത്തെ കേടുവരുത്തിയതിൽ അവർ വഹിച്ച പങ്കിനോളം വലിയ പങ്ക് ലോകത്തൊരു വിഭാഗവും വഹിച്ചിട്ടില്ല. മനുഷ്യന്റെ മുഖ്യ ശത്രുവായ ഇബ്ലീസ് കഴിഞ്ഞാൽ മനുഷ്യനെ പിഴപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പുരോഹിതന്മാരാണ്. അവർ നന്നാകാത്തോണ്ടാ ലോകം നന്നാകാത്ത. അവരൊന്നിച്ച് ശ്രദ്ധിക്കാൻ തയ്യാറല്ല. ഞാൻ ഒന്നുകൂടി പറയും, ഇതേ സ്ഥലത്ത് ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും ഇവിടുത്തെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും സംഘടിപ്പിച്ച് പറയേണ്ട തിന്മകളല്ലാത്ത എന്താ അവിടെ ഉള്ളത്? ആശയപരമായ ഒരുപാട് വിയോജിപ്പുണ്ടാകാം, പക്ഷെ മദ്യപിക്കരുത് എന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായക്കാരല്ലേ? കഞ്ചാവിന്റെ ദുരുപയോഗം അത് ഏത് കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാത്തത്? അതിനെപ്പറ്റി എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞൂടെ? എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറിക്കൂടെ? എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ ഫോക്കസ് ചെയ്യുന്നത്. മിസ്ബർ റളിയല്ലാഹു അൻഹു ആദ്യമായി റസൂലിന്റെ ദഅവത്ത് കേട്ടു. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. 60-ാം അധ്യായം 2-ാമത്തെ വചനം. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ്. അപ്പൊ യൗവനം എന്തിനാണ്? നന്മക്കാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ നന്മ ചെയ്യുന്നത് എന്ന പരീക്ഷണം. അതാണ് യുവാക്കളോട് നമ്മൾ പറയേണ്ടത്. ഇന്ന് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടോ ആളുകൾക്ക്? സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, തിരി പാടണം, തിരി ആടണം, തിരി നമ്മുടെ ഫാസ്റ്റ് ഫുഡുകളിൽ തിന്നണം, അതല്ലാത്ത വേറെ എന്ത് ലക്ഷ്യമാണ്? എന്താണ് അവരിൽ നിന്ന് ഈ രാജ്യത്തിന് കിട്ടാനുള്ളത്? പുതിയൊരു തലമുറയിൽ നിന്ന് ഒരു നെഹ്റു ഉണ്ടാവോ? ഒരു ഗാന്ധിജി ഉണ്ടാവോ? ഒരു വല്ലഭായി പട്ടേൽ ഉണ്ടാവോ? ഒരു അബ്ദുൽ കലാം ആസാദ് ഉണ്ടാവോ? ഒരു അബ്ദുൽ ഗഫാർ ഖാൻ ഉണ്ടാവോ? ഒരു മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടാവോ? എന്തല്ലാത്തത്? അതിന് അടിസ്ഥാന കാരണം എന്താ? അവർക്കൊക്കെ നല്ല അമ്മമാരും ഉമ്മമാരും ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്നവരൊക്കെ അമ്മമാരല്ലേ ഉമ്മമാരല്ലേ? ആണ്. പക്ഷെ സ്വന്തം മക്കളെ രൂപപ്പെടുത്തുന്നതിൽ എത്ര വലിയ പങ്ക് വഹിച്ചു ചിന്തിച്ചേ. ജോലിക്ക് പോകാൻ വലിയ തിരക്കണ്ട എല്ലാവർക്കും, ആയിക്കോട് വിരോധമൊന്നുമില്ല. പക്ഷെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ മക്കളെ സ്വീകരിക്കാൻ വീട്ടിലുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ മക്കൾക്കറിയാം 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4:10 വീട്ടിലെത്തും. ഉമ്മ 7 മണിയാവും വീട്ടിലെത്താൻ അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ 2.25 മണിക്കൂർ ഏത് തിന്മയാണ് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മോൾക്കറിയാം. അതുകൊണ്ട് മോള് പറയും, സ്കൂളിൽ തന്നെ പറയും, ഞാൻ 4:10 വീട്ടിലേക്ക് കുളിച്ച് റെഡിയായി ഞാൻ ഇരിക്കും, നീ വന്നോ. എത്ര വീട്ടിലത് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. ഉമ്മ കാണാനില്ല. ആ വീട്ടിൽ പറഞ്ഞല്ല, ഭർത്താവ് ഗൾഫിലാണ്, ഉമ്മ ജോലിയിലുമാണ്. ജോലി ഉണ്ടായി, ബാഗൊക്കെ എടുത്ത് കുളിച്ചൊരുങ്ങി പോകാൻ കഴിഞ്ഞു. പക്ഷെ മക്കളെ സൂക്ഷിക്കാൻ മക്കളുണ്ട്, പക്ഷെ മക്കൾ നാടിന് പറ്റാത്തവരാണ്. എന്താ കാരണം? നിങ്ങളാണ് കാരണം. നിങ്ങളുടെ ജീവിത വീക്ഷണമാണ് കാരണം. ഒരു സംശയത്തിൽ വേണ്ട, ഒരു കൂസലില്ലാതെ ഞാൻ പറയും. ഉമ്മമാരും ബാപ്പമാരും ശരിയാകാത്തത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയായിത്തീരുന്നത്. സംശയം വേണ്ട. ഒറ്റപ്പെട്ട സംഭവങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വ്യാപകാടിസ്ഥാനത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാകുമെങ്കിൽ സ്വന്തം വീട്ടിൽ മതമില്ല, മൂല്യമില്ല, നന്മയില്ല. ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ടൈം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? ഇസ്ലാം കടന്നു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ, മദ്യപിക്കരുത് എന്നായിരുന്നു റസൂൽ അവരോട് പറഞ്ഞതെങ്കിൽ അവർക്ക് മാറ്റം ഉണ്ടാവില്ലേ? വ്യഭിചരിക്കരുത് എന്നവരോട് പറഞ്ഞാലും അവർക്ക് മാറ്റമുണ്ടാകുമായിരുന്നില്ല. മറിച്ച് എന്തിനു മാറണം? ഒന്നുകൂടെ കേട്ടുകെ. അതായത് എന്തിനാ കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? ആരോഗ്യം ഉണ്ടാകാനാ? എന്തിനാ വ്യഭിചരിക്കാതിരിക്കുന്നത്? അതിനൊരു ഉത്തരം വേണമല്ലോ. ഈ ദുനിയാവിനപ്പുറത്തൊരു ജീവിതം ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ എന്താ? ഈ ലോക ജീവിതത്തിനപ്പുറത്ത് സൂറത്ത് മുഹമ്മദിലാണ് 12-ാമത്തെ വചനമാണ്. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കിക്കേ. താക്കാലികൾ തിന്നുന്ന പോലെ തിന്നുന്നു, കുടിക്കുന്നു, ഭോഗിക്കുന്നു, രമിക്കുന്നു. അതിലപ്പുറത്ത് എന്തെങ്കിലും ചിന്ത ഉണ്ടോ? ഒരു വേള മൃഗങ്ങൾ എത്ര ബെറ്ററാണ്. ഒരു വേള കഞ്ചാവ് അടിച്ചിട്ട് അമ്മനെ കൊല്ലുന്ന ഒരു മൃഗമുണ്ടോ? കഞ്ചാവ് അടിച്ചിട്ട് അമ്മനെ ബലാത്സംഗിക്കുന്ന ഒരു മൃഗമുണ്ടോ?
ഉണ്ടോ? മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അപ്പുറത്ത് അധപ്പതിക്കും എന്ന് പറഞ്ഞപ്പോ എന്താ അള്ളാഹു ഉദ്ദേശിച്ചത്? ലോകത്ത് മനുഷ്യൻ എന്ന ജീവി മൂല്യങ്ങൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് അതിന്ന് സംഭവിക്കുന്നില്ലേ? ഇല്ലേ? ടീച്ചർമാർക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ചെറിയ പയ്യൻ സ്കൂളിലെ അധ്യാപകന്റെ മുഖത്ത് നോക്കി അധ്യാപകന്റെ മുമ്പിലിരുന്ന് പുറത്തു വെച്ച് കണ്ടാൽ കൊല്ലും എന്നാ പറയുന്നത്. എന്തിന്? മൊബൈൽ പിടിച്ചു വെച്ചതിന്റെ പേര്. മൊബൈൽ വാങ്ങി വെച്ച കുട്ടികൾ തൂങ്ങിച്ചാകുന്നു. എന്താ കാരണം? ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരുടെയും പറയാം, നിങ്ങൾക്ക് കിച്ചണിൽ പണിയെടുക്കണേ കുട്ടി മൊബൈൽ കാണണം. കുട്ടിയെ സഹിക്കാൻ പറ്റണില്ല. പണ്ടങ്ങനല്ല. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എന്റെ അയൽവാസികൾ എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മോനെ നിന്റെ ഉമ്മ ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ വരെ നിന്നെ എടുത്തിട്ടാ ടോയ്ലറ്റ് പോവുക, പുറത്തൊരാളെ കൈ കൊടുക്കില്ലായിരുന്നു. ഇന്ന് ഉമ്മമാര് മക്കളെടുക്കണ്ടോ? ആരോ പെറ്റിടുന്നു, പെറ്റിട്ടതിന്റെ പിറ്റേന്ന് MBBS പാസ്സായി അത് പോണ്, എഞ്ചിനീയറാ അത് പോണ്, ആരോ പോറ്റുന്നു. അപ്പുറത്തെ ഗണപതി അല്ലെങ്കിൽ ഇപ്പുറത്തെ ഏതെങ്കിലും ഒരു ചേച്ചി. സ്വന്തം മക്കളെ പോറ്റാൻ ഉമ്മല്ല, പ്രസവിക്കാനുണ്ട്. അതും വേറൊരാൾ കൊണ്ട് ചെയ്യിപ്പിച്ച് കിട്ടി അതും ചെയ്യുന്ന നാടാ ലോകം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ രൂപപ്പെടുത്തിയ ഒരു ഉമ്മണ്ട്, ഗാന്ധിജിയെ രൂപപ്പെടുത്തിയ ഒരു അമ്മണ്ട്. അത് നമുക്കുണ്ടോ? ചിന്തിക്കാനാ പറയുന്നത്. ആ ചിന്ത ലോകത്തുണ്ടാവണം. എന്താണ് ഞാൻ എന്റെ വീട്ടിൽ ചെയ്യേണ്ടത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 34. ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും അത് നിങ്ങൾ ഓർക്കുക. ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. ആ ഖുർആനും സുന്നത്തും നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഹദീസുകളുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ഖുർആനും ഹദീസും നിരന്തരമായി പാരായണം ചെയ്യണം. അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് നിരന്തരമായി വായിക്കാൻ അല്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചോ? ആ കിതാബിൽ എന്താ ഉള്ളത്? മാതാപിതാക്കളെ കൊല്ലുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ലോ. കാർമാക്സിന് ഒരു ഉദ്ധരണിയുണ്ട്. കാർമാക്സ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലോ പറയുന്നത്, പിണറായി വിജയന്റെ സർക്കാരിനെ കുറിച്ചല്ല, കാർമാക്സിനെ കുറിച്ചാണ്. കാർമാക്സായിട്ട് പിണറായി വിജയന് ഒരു ബന്ധമില്ല, മറ്റൊരു വിഷയമാണ്. സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കാർമാക്സായിട്ട് ബന്ധമില്ല. അത് കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് പഠിച്ചോളിക്ക്. കമ്മ്യൂണിസ്റ്റ് ഒന്നും ലോകത്തെവിടെയില്ല. എവിടെയും ചൈനയിലില്ല, റഷ്യയിലില്ല, കേരളത്തിലില്ല, എവിടെയും കമ്മ്യൂണിസ്റ്റ് അല്ല, രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അതിന്റെ പേരിലാന്ന് പറയണു. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് എങ്ങനെ പറയാൻ? കാർൽ മാർക്സ് പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു കോഴിയുടെ മുട്ട അത് വിരിഞ്ഞിട്ട് കുഞ്ഞു പുറത്തു വന്നു. പിന്നെ ആ മുട്ടത്തോടിനോട് ഈ കോഴിക്കുഞ്ഞിന് വല്ല ബന്ധമുണ്ടോ? അതുപോലെയാണ് അമ്മ. ആധുനിക ലോകം പഠിപ്പിക്കണം എന്താ? ഞാൻ ഉണ്ടായത് ഈ തള്ളയുടെയും തന്തയുടെയും ആസ്വാദനത്തിനാണ്. മൈത്രേന്റെ ഒരു വാക്കാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വെറുപ്പ് തോന്നേണ്ട അവരോടാണ്. ഈ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവന്നതിന്റെ കാരണക്കാർ. അങ്ങനെയാണ് താമരശ്ശേരിയിലെ ഉമ്മാനെ കൊന്നത്. ആ മകനുള്ള മഹർ വരെ ആ ഉമ്മ കാത്തു വെച്ചിരുന്നു എന്നാണ്. ഞങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത 13 മിനിറ്റ് കൊണ്ട് എത്താവുന്ന സ്ഥലത്താ എന്റെ വീട്ടിൽ നിന്ന് കൊന്നു തള്ളിയില്ലേ. നേരെ മറിച്ച് ഇസ്ലാം എന്താ പറഞ്ഞത്? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അല്ലാഹുവിന്റെ കോപം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة. കാരുണ്യത്തിന്റെ ചിറകുകൾ മാതാവിന് പിതാവിന് താഴ്ത്തി കൊടുക്കാൻ പഠിപ്പിച്ച ഖുർആൻ എവിടെ നിൽക്കുന്നു? നിങ്ങൾ നോക്കേ, എല്ലാ യുക്തിവാദികളും നിരീശ്വരവാദികളും അംഗീകരിക്കുന്ന കാര്യമാണ്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കാത്ത സമൂഹം മുസ്ലിങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ട്? ഏറ്റവും കുറവ് ബാപ്പാനെയും ഉമ്മാനെയും സംരക്ഷിക്കുന്ന സമുദായം മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ട്? ഖുർആന്റെ പ്രത്യേകത ഉണ്ടാണ്. ഇനിയുള്ള കാലത്ത് എന്താ ഉണ്ടാവുക? പരിശോധിച്ചോളൂ. നല്ലോണം മക്കളെ പഠിപ്പിച്ചു, ഒരു സ്വത്തും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല. എന്നിട്ട് ആ മകനോ ലണ്ടനിൽ ഇന്നെന്തറിയോ? 20 ലക്ഷം വീടാണ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീട്. എന്താ വീട് ഇവിടെ ഉണ്ടാക്കും? കൊട്ടാര സമാനമായ താമസിക്കുന്ന യുയില, മരിക്കുന്നവരെ അവിടെ. ലണ്ടനിലൊന്നും പോയ പിന്നെ തിരിച്ചു വരുന്നില്ല. എന്താ ഇവിടുത്തേനേക്കാൾ സുഖമാണ് അവിടെ. നന്നായി ജീവിക്കാൻ ശ്രമിച്ച അവിടെ ഒന്നും ഒരു അലമ്പുമില്ല. അലമ്പുണ്ടോ? അവിടെ ഉണ്ട്, എല്ലാ അലമ്പും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥയല്ല. നമ്മുടെ നാട് വേറെ തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണത്തിലേക്ക് പോയാൽ ചിലർക്കെങ്കിലും ദേഷ്യം പിടിക്കും.
പക്ഷെ അതൊക്കെ പച്ച കാര്യമാണ്. ശ്രദ്ധിച്ചാൽ നന്ന് ഓരോരുത്തരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നന്നാവണം. നന്നാവാനുള്ള വഴിയിൽ ഒന്നാമത്തത് പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ചുള്ള പഠനമാണ്. അള്ളാനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. ആ ജനതയെ ആരാണ് അള്ളാഹ് പഠിപ്പിച്ചത്? അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കി. മിസ്ബർ റളിയല്ലാഹുണ്ടായ മാറ്റം അതാണ്. മിസ്ബർ റളിയല്ലാഹു മദീനയിൽ വരുന്നു. അദ്ദേഹത്തിന്റെ പ്രബോധനം തടുത്ത യുവാക്കൾ. 30 വയസ്സുണ്ടായിരുന്ന സഅദ് ഇബ്നു മുആദ യുവാവായിരുന്നു. 30ാമത്തെ വയസ്സിൽ മിസ്അബിന്റെ ദേവത്തിലൂടെ നമ്മുടെ യൂത്ത് കോൺക്ലേവിലേക്ക് ആളുകൾ വരണം എന്ന് ആഗ്രഹിച്ച് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണ്. മിസ്ബർ റളിയല്ലാഹുവിന്റെ പ്രസംഗം കേട്ട്, ചിന്തോദ്ദീപകമായ ഉദ്ധരണികൾ കേട്ട് സഅദ് ഇബ്നു മുആദ എന്ന 30കാരൻ ഇസ്ലാം സ്വീകരിച്ചു. 35ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം രക്തസാക്ഷിയാകുമ്പോൾ അല്ലാഹുവിന്റെ അർശ് കിലുങ്ങിപ്പോയി. അത്രയും വലിയ 5 കൊല്ലം കൊണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ യൗവനമായി മാറി. അതെ, അവർ മദ്യപാനികളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അർണോൾഡ് ടോയംബി എക്സ്പ്ലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മദ്യമുക്തമായി ലോകത്തെ സൃഷ്ടിക്കുകയും മദ്യമുക്തമായി ഒരു ജനത രൂപപ്പെടുത്തുകയും അങ്ങനെ ലോകത്തോട് സംതൃപ്തിയോടുകൂടി വിട പറഞ്ഞ ലോകത്തിലെ ഏകാചാര്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻതഹൈനാ യാ റസൂലല്ലാഹ്. സൂറത്ത് മാഇദ 90ാമത്തെ വചനം ഇറങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ അതിറങ്ങി. അനസ്റുല്ലാഹിനെ പോലെയുള്ളവർ മദ്യം വിളമ്പിക്കൊണ്ടിരുന്നു. അനസേ, എന്താണ് മദീനയിൽ വിളിച്ചു പറയുന്നത്? മദ്യം നിരോധിച്ചു എന്ന കാര്യമാണ്.